ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ NCERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആസിഡുകളെയും ബേസുകളെയും കുറിച്ചിട്ടാണ് അല്ലേ. ആസിഡുകളും ബേസുകളും നമുക്ക് ക്ലാസ് നോക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആസിഡുകളും ബേസുകളും എന്ന പാഠഭാഗത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെ ആസിഡുകളും ബേസുകളും എന്ന പാഠഭാഗത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പോയിന്റ് ഞാൻ പഠിപ്പിച്ചു തരാം. pH മൂല്യം, അതായത് pH വാല്യൂ 7ൽ താഴെ ഉള്ളത് എന്താണ്? pH വാല്യൂ 7ൽ താഴെ ഉള്ളതെല്ലാം ആസിഡുകളാണ്. pH വാല്യൂ 7ന് മുകളിൽ ഉള്ളതെല്ലാം ബേസുകളാണ് അല്ലേ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും. pH മൂല്യം 7ന് താഴെ അല്ലേ, 7ന് താഴെ ഉള്ളതാണെങ്കിൽ അതെന്താണ്? അത് ആസിഡുകളാണ്. 7ന് മുകളിലാണെങ്കിൽ അത് ബേസുകളാണ് അല്ലെങ്കിൽ ആൽക്കലികളാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആരാണ് pH സ്കെയിൽ കണ്ടെത്തിയത്? pH സ്കെയിൽ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ചോദ്യം വരും. സോറൻസൺ. ഓക്കെ, സോറൻസൺ. എന്താണ്? pH സ്കെയിൽ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് സോറൻസൺ ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണ്? സോറൻസൺ ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണ്? സോറൻസൺ. ഓക്കെ. പിന്നെ ആസിഡുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ്. ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. നമുക്കറിയാം പഴങ്ങളുടെ രാജാവ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം അല്ലെ. ചെറുപ്പം തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നതാണ്. പഴങ്ങളുടെ രാജാവ് എന്നൊക്കെ ചോദിച്ചാൽ മാമ്പഴമാണ് അല്ലെങ്കിൽ മാങ്ങയാണ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് അല്ലെങ്കിൽ ആസിഡുകളുടെ രാജാവ് എന്നൊക്കെ ചോദ്യം വന്നാൽ അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണ് pH സ്കെയിൽ കണ്ടെത്തിയത്? സോറൻസൺ. എന്താണ്? pH സ്കെയിൽ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചത് ആരാണ്? സോറൻസൺ ആണ്. ഇനി ആസിഡുകളും ബേസുകളും പലർക്കും നല്ല പ്രോബ്ലം ഉള്ള ഭാഗമാണ് അല്ലേ. ആസിഡുകൾ ബേസുകളൊക്കെ പഠിക്കുമ്പോൾ തലയിൽ കയറില്ല. അങ്ങനെയൊക്കെ ഒരുമാതിരി മൈൻഡിൽ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും തലയിൽ കയറില്ല. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കാനെന്നൊക്കെ മൈൻഡിൽ സെറ്റ് ചെയ്തതാവും. ഇത് ന്യൂ NCERT ആണ്. ഇനി ചോദ്യങ്ങൾ ഇവിടെ നിന്നാവും. SCERT മീൻസ് ന്യൂ NCERT അല്ല, ഓൾഡ് SCERT നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പക്ഷെ ന്യൂ NCERT നമുക്ക് അത്രത്തോളം ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ നിന്ന് കൂടുതൽ ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ന്യൂ NCERT കൊടുത്തിട്ടുള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. ടെൻഷൻ ഒന്നും വേണ്ട. തീർച്ചയായിട്ടും ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാതും സെറ്റ് ആവും. ആ ഒരു ഉറപ്പ് പോരെ. അപ്പൊ ആ ഒരു ഉറപ്പോട് കൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പോയിന്റ്സ് നോക്കാം. ആസിഡുകൾ ബേസുകൾ, അതിന്റെ പോയിന്റ്സ് നോക്കാം. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എന്താണ്? ആസിഡുകളാണ്. ആസിഡുകൾ എന്താ? നീല ലിറ്റ്മസ് പേപ്പറിനെ അതെന്തായിരുന്നു? ചുവപ്പാക്കുന്നു. നീലയെ ചുവപ്പാക്കുന്നത് ആസിഡും ചുവപ്പിനെ നീലയാക്കുന്നത് ഏതാണ്? അത് ബേസുകളുമാണ്. ഓക്കെ, ചുവപ്പിനെ നീലയാക്കുന്നത് ബേസുകളും നീലയെ ചുവപ്പാക്കുന്നത് എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്കറിയാം, നമ്മൾ ആസിഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താ വരും? മുഖത്തേക്ക് ഒഴിക്കുന്നതും കയ്യിൽ ആസിഡ് ആവുന്നതൊക്കെ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരില്ല. അതായത് കയ്യിൽ ആസിഡ് ആയ എന്താവും? ഇറച്ചിയൊക്കെ ഇങ്ങനെ പോയി ചുവന്ന കളറാവും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ എന്താവും? ആസിഡ് തട്ടിയാൽ ചുവപ്പാകുന്നു എന്ന് ആലോചിക്കാം കേട്ടോ. ആസിഡ് തട്ടിയാൽ ചുവപ്പാകുന്നു. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ആസിഡ് നമുക്കറിയാം. സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളിയുന്ന നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇങ്ങനെ പൊള്ളിയത് പോലെ ആവും അല്ലേ. നമ്മൾ ആസിഡ് മുഖത്തേക്ക് ഒഴിക്കുന്നതൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അത് ആയിക്കഴിഞ്ഞാൽ, അതായത് ആസിഡ് കയ്യിലോ അല്ലെങ്കിൽ ദേഹത്തെ എവിടെയെങ്കിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഫുള്ള് ഇറച്ചിയൊക്കെ കണ്ട് ചുവപ്പ് കളറാവും. ഓക്കെ, അപ്പൊ ചുവപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ ചുവക്കുന്നു. എന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡും ചുവപ്പിനെ നീലയാക്കുന്നത് ബേസുകളുമാണ്. ജസ്റ്റ് കണക്ട് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, പുളി രുചിയാണുള്ളത്. എന്തിന്? ആസിഡിന് പുളി രുചിയാണ് കേട്ടോ. ആസിഡിന് എന്താണ്? പുളി രുചിയാണ്. ആസിഡിന് എന്താണ്? പുളി രുചിയും ബേസുകൾക്ക് കാരരുചിയുമാണുള്ളത്. ഓക്കെ, ആസിഡിന് പുളി രുചിയും ബേസുകൾക്ക് കാരരുചിയുമാണ് ഉള്ളത്. പിന്നെ വഴുവഴുപ്പില്ല. എന്തിന്? ആസിഡിന് അങ്ങനെ വഴുവഴുപ്പൊന്നുമില്ല കേട്ടോ. ആസിഡുകൾക്ക് എന്താണ്? വഴുവഴുപ്പൊന്നുമില്ല. പക്ഷെ എന്തിനുണ്ട്? ബേസുകൾക്ക് നല്ല വഴുവഴുപ്പുണ്ട്. ഓക്കെ, ബേസുകൾക്ക് വഴുവഴുപ്പുണ്ട്. ആസിഡിന് എന്തില്ല? വഴുവഴുപ്പില്ല. കണക്ട് ചെയ്യാം. നമ്മൾ ആസിഡ് ആയി കഴിഞ്ഞാൽ എന്നുള്ള സൗണ്ട് ഒക്കെ വന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, സിനിമകളിലൊക്കെ അങ്ങനെ കാണിക്കാറുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ചുവപ്പാകുന്നത് ആലോചിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പോയിന്റ് കിട്ടും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഓക്കെ, നമ്മുടെ ശരീരത്തിന് അതൊക്കെ എന്താക്കും? ചുവപ്പാക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. അതായത് pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണ്? സോറൻസൺ ആണ്. ഇടയിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോവുക, കാരണം ഇവിടെ ആ പോയിന്റ് കൊടുത്തിട്ടില്ല. പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്. സോറൻസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? pH സ്കെയിൽ കണ്ടുപിടിച്ചത്. pH വാല്യൂ 7ന് താഴെ ഉള്ളതാണെങ്കിൽ അതെന്താണ്? അത് ആസിഡുകളാണ് അല്ലെ. ആസിഡുകളാണ്.
pH വാല്യൂ 7ന് താഴുള്ളത് ബേസുകളാണ് 7ന് മുകളിലുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് 7? എന്താണ് 7? ജലമാണ് അല്ലെ? 7 ജലമാണ്. pH വാല്യൂ 7 എന്തിന്റെ ചിലപ്പോൾ ചോദ്യം വരാറുണ്ട്. അത് ജലത്തിന്റെ ആണ് കേട്ടോ, ജലത്തിന്റെയാണ് pH വാല്യൂ 7. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ചുവപ്പാക്കുന്നത് ആസിഡാണ്, നീലയാക്കുന്നത്, അതായത് ചുവപ്പിനെ നീലയാക്കുന്നത്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ബേസുകളാണ്. എന്നാൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്, ചുവപ്പാവുകയാണ്. നമുക്കറിയാം ആസിഡ് കയ്യിലായ ചുവപ്പാവും നമുക്കറിയാം. കണക്ട് ചെയ്യണം. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇത് കണക്ട് ചെയ്ത് വെക്കുക, ചുവപ്പാവും കേട്ടോ. പിന്നെ പുളി രുചിയാണുള്ളത്. ആസിഡിന് എന്താണ്? പുളി രുചിയാണുള്ളത്. ആസിഡിന് പുളി രുചിയാണ്. ഇതിനെന്താ? ബേസുകൾക്ക് കാര രുചിയാണുള്ളത്. ആസിഡിന് എന്ത് രുചിയാണ്? പുളി രുചിയാണുള്ളത്. ബേസുകൾക്ക് കാര രുചിയാണുള്ളത്. റിപ്പീറ്റ് ചെയ്ത് പറയണം. ഞാൻ പറയുമ്പോൾ ഞാൻ പിന്നെയും ചോദിക്കും അല്ലെ, എന്ത് രുചിയാണ് ആസിഡിന്, എന്ത് രുചിയാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പതിയും, മനസ്സിൽ പതിയും. ഓക്കെ, അപ്പൊ ആസിഡിന് എന്താണ്? പുളി രുചിയാണുള്ളത്. ബേസുകൾക്ക് എന്ത് രുചിയാണുള്ളത്? ബേസുകൾക്ക് എന്ത് രുചിയാണ്? കാര രുചിയാണുള്ളത് അല്ലെ, കാര രുചിയാണ് ബേസുകൾക്കുള്ളതൊന്നും നമ്മൾ പഠിച്ചു. പിന്നെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആരാണ്? അത് ആസിഡുകളാണ് അല്ലെ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് അത് ബേസുകളാണ്. അതും നമ്മൾ പഠിച്ചു. ക്ലിയർ ആണ്. പിന്നെന്താണ്? വഴുവഴുപ്പുള്ളത് ഏതിനാണ്? വഴുവഴുപ്പുള്ളത്, വഴുവഴുപ്പുണ്ട് എന്ന് പറയുന്നത് ഏതിനാണ്? വഴുവഴുപ്പുള്ളത് ബേസുകൾക്കാണ്. വഴുവഴുപ്പ് ഇല്ലാത്തതോ? ആസിഡുകൾക്ക് വഴുവഴുപ്പില്ല. പോയിന്റ് ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ആസിഡുകളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. അതിൽ കൊടുത്തിട്ടുണ്ടാവും വഴുവഴുപ്പുള്ളതാണ്. അതെന്താണ്? അത് തെറ്റാണ്. ഓക്കെ, വഴുവഴുപ്പില്ല, വഴുവഴുപ്പ് ഇല്ല. വഴുവഴുപ്പുള്ളത് ഏതിനാണ്? ബേസുകൾക്കാണ് വഴുവഴുപ്പുള്ളത്. ക്ലിയർ അല്ലേ? ഈ പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. pH 7ൽ കുറവ്. ഞാൻ പറഞ്ഞു അല്ലെ, pH വാല്യൂ 7ൽ കുറവാണെങ്കിൽ അതെന്താണ്? pH വാല്യൂ 7ൽ കുറവാണെങ്കിൽ അത് ആസിഡാണ്. 7ൽ കൂടുതലാണുള്ളതെങ്കിൽ അത് ബേസ് ആണ്. ഓക്കെ, അപ്പൊ pH വാല്യൂ 7ൽ കുറവ് എന്താണ്? ആസിഡ്. 7ൽ കുറവാണ് ആസിഡ്, 7ൽ കൂടുതൽ എന്താണ്? ബേസുകളാണ്. ഓക്കെ, 7ൽ കുറവ് എന്താണ്? ആസിഡാണ്, 7ൽ കൂടുതൽ എന്താണ്? ബേസുകളാണ്. ഓക്കെ, ഇനി pH സ്കെയിൽ കണ്ടെത്തിയതാരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. pH സ്കെയിൽ കണ്ടെത്തിയതാര്? കിട്ടിയില്ലേ? ഉത്തരം കിട്ടിയില്ലേ? pH സ്കെയിൽ കണ്ടെത്തിയതാരാണ്? സോറൻസൺ ആണ് pH സ്കെയിൽ കണ്ടെത്തിയത്. ആരാണ്? സോറൻസൺ ആണ് pH സ്കെയിൽ കണ്ടെത്തിയത്. pH വാല്യൂ 7ൽ താഴെയാണെങ്കിൽ അതെന്താണ്? ആസിഡുകളാണ്. 7ന് മുകളിലാണെങ്കിൽ അതെന്താണ്? അത് ബേസുകളാണ്. pH വാല്യൂ 7 എന്തിനാണ്? എന്തിനാണ് pH വാല്യൂ 7 ഉള്ളത്? 7 ഏതിനാണ്? ജലത്തിനാണ് അല്ലെ. ജലത്തിനാണ് pH വാല്യൂ 7 ഉള്ളത്. ആസിഡ് അടങ്ങിയ പദാർത്ഥങ്ങൾ നാരങ്ങ നീര്, വിനാഗിരി, മോര്, പുളിവെള്ളം, തേങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, പാൽ, ഇതിലൊക്കെ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. ഇതിലൊക്കെ ഏതൊക്കെ ആസിഡുകളാണ് നമുക്ക് പഠിക്കാനുണ്ട്? നാരങ്ങ നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലോ. നാരങ്ങയിൽ ഏത് ആസിഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? സിട്രിക് ആസിഡ് അല്ലേ. സിട്രിക് ആസിഡ് ഏതിലാണ്? നാരങ്ങയിലാണ്. പുളിയിൽ ഏത് ആസിഡാണ്? ടാർട്ടാറിക് ആസിഡ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് പഠിച്ചു പോകാം കേട്ടോ, സെറ്റ് ആക്കിയിട്ട് തന്നെ പോവാ. പിന്നെ ബേസുകൾ അടങ്ങിയ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? സോപ്പ് ആലോചിച്ചാൽ പോരെ, വഴുവഴുപ്പുണ്ട്. ഓക്കെ, സോപ്പ് വെള്ളം, അപ്പക്കാര, ലായനി, ചുണ്ണാമ്പ് വെള്ളം, തെളിഞ്ഞ ചാരവെള്ളം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ബേസുകൾ അടങ്ങിയതാണ് കേട്ടോ. ബേസുകൾ അടങ്ങിയ പദാർത്ഥങ്ങളാണ് സോപ്പ് വെള്ളം, അപ്പക്കാര ലായനി, ചുണ്ണാമ്പ് വെള്ളം, തെളിഞ്ഞ ചാരവെള്ളം. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ ആസിഡുകൾ ഏതിലൊക്കെയാണ്? ഒന്ന് നാരങ്ങ വെള്ളം, വിനാഗിരി, മോര്, പുളിവെള്ളം, തേങ്ങാവെള്ളം, കഞ്ഞിവെള്ളം, പാൽ, ഇതിലൊക്കെ എന്തുണ്ട്? ഇതിലൊക്കെ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ pH സ്കെയിൽ 7ന് താഴെയാണെങ്കിൽ അതെന്താണ്? ആസിഡാണ്. 7ന് മുകളിലാണെങ്കിൽ അതെന്താണ്? ബേസുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു ഏതിനാണ് വഴുവഴുപ്പുള്ളത്? ഏതിനാണ് വഴുവഴുപ്പ് അല്ലെ. സോപ്പ് വെള്ളം നമ്മൾ ഏതിനാ ഉദാഹരണം പറഞ്ഞത്? ബേസുകൾക്കാണ്. അപ്പൊ അതെന്താണ്? അത് വഴുവഴുപ്പുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആരാണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആരെന്ന് ചോദിച്ചാലാണ് അത് ബേസുകളാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നോക്കാം. ഇനി നമുക്ക് ഭക്ഷ്യവസ്തുക്കളും അതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡുകൾ നോക്കാം. അത് കണ്ടിട്ട് ടെൻഷൻ ആവുമൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടാണ് നമുക്ക് പഠിച്ചു പോകട്ടെ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. കുറേ ഉണ്ടെന്ന് വിചാരിച്ച് ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഓരോന്നും നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. ആദ്യം മോര്, തൈര്. ഇവയിൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. മോര്, തൈര്, പാല് എന്നൊക്കെ ചോദിച്ചാൽ അതിൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ആണ് മോര്, തൈര് എന്നിവയിലുള്ളത്. പിന്നെ ഇത് വിനാഗിരിയിൽ ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ആണ് വിനാഗിരി ഉള്ളത്. നാരങ്ങ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സിട്രിക് ആസിഡ് ആണ്. നമുക്ക് അറിയുന്നതുമാണ്. നാരങ്ങയിൽ എന്താണ്? സിട്രിക് ആസിഡ് ആണ്. അപ്പൊ ഈ മൂന്നെണ്ണം ഒന്ന് പഠിച്ചു നോക്കാം. ആദ്യം മോര്, തൈര്, പാലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആണ്. മൂന്നെണ്ണം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് അടുത്തേക്ക് പോവാം. അപ്പൊ മോര്, തൈര്, പാല്, ഇവയിൽ എന്താണ്? മോര്, തൈര്, പാൽ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവയിൽ ഏത് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ആണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ് ആണ് അല്ലെ. അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. നാരങ്ങയിലാണെങ്കിൽ സിട്രിക് ആസിഡ്. ഓക്കെ, നാരങ്ങയിൽ എന്താണ്? സിട്രിക് ആസിഡ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? മോര്, തൈര്, പാല്, ഇവയിൽ എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പിന്നെ
എന്താ പഠിച്ചത്? വിനാഗിരി അല്ലെ? വിനാഗിരിയിൽ ഏതാണ്? അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. നാരങ്ങയിലാണ് സിട്രിക് ആസിഡ്. 3 ക്ലിയർ ആയോ? മോര്, തൈര്, പാല് ലാക്റ്റിക് ആസിഡ്. പിന്നെ ഏത് പഠിച്ചു? വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. എണ്ണ കൊഴുപ്പ്. ഇവയിൽ എന്താണ്? എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ് ആണ്. എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ്. എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ്. ഈ ഡ്രൈവിംഗ്, അതായത് കാറിന്റെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെയാണ് പോയി കാർ ഓട്ടുന്നതെങ്കിൽ സ്റ്റിയറിംഗ് എന്ത് ചെയ്യും? വഴുക്കും. അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. വെറുതെ പറഞ്ഞതാണ്, ഞാൻ വെറുതെ ഒരു കാര്യമായിട്ട് പറഞ്ഞതാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, സ്റ്റിയറിംഗ് വഴുക്കുന്നുള്ളത് ആലോചിക്കുക. എന്താണ്? എണ്ണ തേച്ച. ഓക്കെ, അപ്പൊ സ്റ്റിയറിംഗ് വഴുക്കും. എണ്ണ കൊഴുപ്പ് എന്താണ്? സ്റ്റിയറിക് ആസിഡ്. സ്റ്റിയറിക് ആസിഡ്. എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ്. എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡ്. അപ്പൊ സ്റ്റിയറിംഗ് വഴുക്കുന്നത് വെച്ച് കണക്ട് ചെയ്യുക. സ്റ്റിയറിംഗ് വഴുക്കുന്നതെങ്കിൽ കയ്യിൽ എന്തുണ്ടാവും? കയ്യിൽ എണ്ണ ആയിട്ടുണ്ടാവും. എണ്ണയായിട്ട് പോയി സ്റ്റിയറിംഗിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ അതെന്ത് കയ്യിൽ നിന്ന് വഴുക്കി പോകും. ഓക്കെ, അപ്പൊ സ്റ്റിയറിംഗ് വഴുക്കുന്നത് എണ്ണയായിട്ടാണ്. എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ്. തേയില ടാനിക് ആസിഡ് ആണ്. തേയില ടാനിക് ആസിഡ്. തേയില എന്താണ്? ടാനിക് ആസിഡ്. തേങ്ങയിൽ എന്താണ്? കാപ്രിക് ആസിഡ്. ഓക്കെ, കാപ്രിക് ആസിഡ്. നമ്മൾ തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കൊപ്ര എന്ന് പറയും അല്ലേ? തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ കൊപ്ര എന്ന് പറയും. അത് വെച്ചിട്ട് എന്തിനെ കണക്ട് ചെയ്യാൻ പറ്റും? കാപ്രിക് ആസിഡ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? കാപ്രിക് ആസിഡ്. ഈ 3 നോക്കാം. ആദ്യം എണ്ണ കൊഴുപ്പ് ഏതാണ്? സ്റ്റിയറിക് ആസിഡ്. നമ്മൾ പറഞ്ഞു എണ്ണ കയ്യിലായി കഴിഞ്ഞാൽ കൈ എന്താ? സ്റ്റിയറിംഗിൽ കൈ വഴുക്കും അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്താണ്? ടാനിക് ആസിഡ്. ഏതാണ്? തേയില അല്ലെ? തേയിലയിൽ ടാനിക് ആസിഡ് ആണ്. തേയിലയിൽ എന്താണ്? ടാനിക് ആസിഡ്. തേയിലയിൽ ടാനിക് ആസിഡ്. തേയിലയിൽ ടാനിക് ആസിഡ്. പിന്നെ തേങ്ങയിൽ ഏതാണ്? കാപ്രിക് ആസിഡ്. അതെങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു? തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ അത് എന്താവും? കൊപ്രയാവും. അപ്പൊ കാപ്രിക് ആസിഡ്. ഓക്കെ, കാപ്രിക് ആസിഡ് കണക്ട് ചെയ്യാലോ. തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ കൊപ്ര, അത് കാപ്രിക് ആസിഡ് കണക്ട് ചെയ്യുക. ഇനി ഓരോന്നും നോക്കാം. മോര്, തൈര്. ഇവിടെ ഞാൻ മറിഞ്ഞു നിൽക്കാം, നിങ്ങൾ പറയണേ. മോര്, തൈര് ഏതാണ്? ഇതിനി നിങ്ങൾക്ക് കാണുമോ അറിയില്ല, എന്നാലും ഇതിൽ നോക്കാതെ പറയണേ. മോര്, തൈര് ഏതാണ്? മോര്, തൈര്. അതിലേതാണ്? മോര്, തൈര്. അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് അല്ലെ? മോര്, തൈര് ലാക്റ്റിക് ആസിഡ് ആണ്. കിട്ടിയല്ലോ. മോര്, തൈര് ലാക്റ്റിക് ആസിഡ് ആണ്. പിന്നെ വിനാഗിരിയിൽ ഏതാണ്? വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ആണ്. ഞാൻ ഇങ്ങനെ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞ് കാണിച്ചു തരാനല്ല, നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോയാൽ അത്രയും ഉപകാരം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകാം, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നല്ല ആക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കാട്ടോ. ഞാനും പറ്റുന്ന അത്രയും ഞാൻ സൗണ്ട് എടുത്തിട്ടൊക്കെ പറഞ്ഞു തരാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ മോര്, തൈര്, പാല് ഏതാണ്? മോര്, തൈര്, പാല് ലാക്റ്റിക് ആസിഡ് ആണ് അല്ലെ? ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ ഏതാണ്? വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ആണ്. നാരങ്ങയിൽ നമ്മൾ പറഞ്ഞു സിട്രിക് ആസിഡ് അല്ലെ? നാരങ്ങയിൽ ഏതാണ്? സിട്രിക് ആസിഡ്. അപ്പൊ എന്തിലാണ് വഴുക്കുക? എണ്ണ കൊഴുപ്പ്. ഇതെന്താണ്? സ്റ്റിയറിംഗ് വഴുക്കും. അപ്പൊ സ്റ്റിയറിക് ആസിഡ്, എണ്ണ കൊഴുപ്പ്. ഇപ്പൊ കിട്ടുന്നില്ലേ? പിന്നെ തേയിലയിൽ എന്താണ്? ടാനിക് ആസിഡ്. തേയിലയില് ടാനിക് ആസിഡ് ആണ്. തേങ്ങയിൽ എന്താണ്? തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും? ഞങ്ങളുടെ അവിടെയൊക്കെ കൊപ്ര എന്ന് പറയും. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊപ്ര, അത് വെച്ച് കണക്ട് ചെയ്യട്ടോ. കൊപ്ര ഏതാണ്? കാപ്രിക് ആസിഡ്. അപ്പൊ അത്ര കാര്യങ്ങൾ കിട്ടിയ ഒരു വട്ടം കൂടെ പറയാം. മോര്, തൈര്, പാല് അതിലെന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിലാണ് അസറ്റിക് ആസിഡ് അല്ലെ? വിനാഗിരിയിലാണ് അസറ്റിക് ആസിഡ്. നാരങ്ങയിൽ എന്താണുള്ളത്? സിട്രിക് ആസിഡ്. പിന്നെ ഈ എണ്ണ കൊഴുപ്പ് കയ്യിലായിട്ട് എന്ത് പിടിച്ച് തിരിക്കുമ്പോഴാണ് വഴുക്കുക? സ്റ്റിയറിംഗ്. അപ്പൊ സ്റ്റിയറിക് ആസിഡ്. തേയിലയിൽ എന്താണ്? ടാനിക് ആസിഡ്. പിന്നെ തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കൊപ്ര എന്ന് പറയും. അപ്പൊ എന്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞു? കൊപ്ര, കാപ്രിക് ആസിഡ് അല്ലേ? പഠിച്ചില്ലേ? കിട്ടിയല്ലോ. ഇനി ഒരു വട്ടം കൂടെ പറയാം. മോര്, തൈര്, പാല് ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ എന്താണ്? അസറ്റിക് ആസിഡ് ആണ്. പിന്നെ നാരങ്ങയിൽ എന്താണ്? സിട്രിക് ആസിഡ് ആണ്. എണ്ണ കൊഴുപ്പ് ഇവയിൽ എന്താണ്? സ്റ്റിയറിക് ആസിഡ്. എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ്. ഞാൻ പറഞ്ഞു എണ്ണ കയ്യിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റിയറിംഗ് വഴുക്കും. അപ്പൊ ഇത് കണക്റ്റഡ് ആണ്. പിന്നെന്താണ്? തേയിലയിൽ ടാനിക് ആസിഡ്. പിന്നെ തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ കൊപ്രയാവും, അത് കാപ്രിക് ആസിഡ്. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ മോര്, തൈര്, പാല് ഇവയിലൊക്കെ എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ എന്താണ്? അസറ്റിക് ആസിഡ് ആണെന്ന് കിട്ടി. നാരങ്ങയിൽ കിട്ടും സിട്രിക് ആസിഡ് ആണ്. പിന്നെ സ്റ്റിയറിംഗ് എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ് ആണ്. പിന്നെ ഏതാണ്? തേയിലയിൽ ടാനിക് ആസിഡ് ആണ്. പിന്നെ ലാസ്റ്റ് തേങ്ങ പഠിച്ചു, അതിലെന്താണ്? കാപ്രിക് ആസിഡ് ആണ്. സെറ്റ് അല്ലേ? ഇത്രയും ആസിഡുകൾ സെറ്റ് ആയില്ലേ? ഇതിലൊക്കെ എന്തൊക്കെയാണെന്ന് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോയില്ലേ? സിമ്പിൾ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യാട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ വരാം. നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ, ടെൻഷൻ ആവണ്ട കേട്ടോ. നിങ്ങൾ എന്തായാലും ഇവിടുന്ന് പഠിച്ചിട്ടേ പോകുള്ളൂ, നിങ്ങൾക്ക് ഇതിന് പിന്നെ സമയമൊന്നും വേണ്ടി വരില്ല. ഓക്കെ, ഇനി അരിയിൽ എന്താണ്? ഫൈറ്റിക് ആസിഡ്. അരിയിൽ എന്താണ്? ഫൈറ്റിക് ആസിഡ്. അരിയിൽ എന്താണ്? ഫൈറ്റിക് ആസിഡ്. അരിയിൽ ഫൈറ്റിക് ആസിഡ്. എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കടന്ന് പൊരുതുന്നത്? എന്തിനാണ്? ഈ അരിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ കടന്ന് ഫൈറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭക്ഷണത്തിന്, ഈ അരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അരി ഫൈറ്റ് കണക്ട് ചെയ്തൂടെ? അരി ഫൈറ്റ് കണക്ട് ചെയ്തൂടെ? ഓക്കെ, നമ്മൾ ഈ കടന്ന് പൊരുതുന്നത്, ഈ കടന്ന് ഓരോന്നിനോടും ഫൈറ്റ് ചെയ്ത് ഈ ശമ്പളം വാങ്ങുന്നതൊക്കെ എന്തിനാണ്? ഇത് അരിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ അരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അരി ഫൈറ്റിക് ആസിഡ്.
ആപ്പിളിൽ മാലിക് ആസിഡ് ആണ്. അപ്പൊ ആപ്പിളിന്റെ ഈ ആപ്പിളുകൾ ഇങ്ങനെ കോർത്തിട്ട് ഒരു മാല ആലോചിച്ചാൽ മതി കേട്ടോ. ആപ്പിളുകൾ ഇങ്ങനെ കോർത്ത് മാല കണക്ട് ചെയ്യോ. ഓക്കെ, ആപ്പിളുകൾ കോർത്തിട്ട് എന്ത് ചെയ്യുക, ഒരു മാല കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്ത് കിട്ടും, ആപ്പിൾ മാലിക് ആസിഡ് എന്നത് കിട്ടിയും. ഓക്കെ, ആപ്പിൾ മാലിക് ആസിഡ്. വാളൻപുളി മുന്തിരി, അതായത് പുളി മുന്തിരി എന്താണ്, ടാർട്ടാറിക് ആസിഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പുളി, അതായത് ഈ പുളി എടുത്തിട്ട് നമ്മൾ കുറെ ഇരുന്ന് ചവച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിരി എന്തുപോലെ ഉണ്ടാവും, ടാറ് പോലെ ഉണ്ടാവും അല്ലേ. നമ്മൾ പുളി കുറെ എടുത്ത് ചവച്ചിട്ട് പിന്നെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അങ്ങനെ പുളിയായിട്ട് നമ്മൾ എന്ത് ടാറ് കൊണ്ട് പല്ല് തേച്ചോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തൂടെ. അപ്പൊ ടാർട്ടാറിക് ആസിഡ് അല്ലേ. അപ്പൊ കണക്ട് ചെയ്യാലോ. എന്താണ് വാളൻപുളി മുന്തിരി, എന്താണ് ടാർട്ടാറിക് ആസിഡ്. ഈ പുളി എടുത്ത് തിന്നു കഴിഞ്ഞാൽ, പുളി എടുത്തിട്ട് പല്ലൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കും, നീ എന്താ ടാറ് കൊണ്ട് പല്ല് തേച്ചോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യുക, ടാർട്ടാറിക് ആസിഡ് കണക്ട് ചെയ്യാം. 3 എണ്ണം നോക്കാം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, അരിക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇല്ലേ. നമ്മൾ ഈ ഭക്ഷണത്തിന് വേണ്ടി അല്ലേ, നമ്മുടെ അന്നത്തിന് വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫൈറ്റിക് ആസിഡ്, എന്തിനാണ്, അരിക്കാണ്. അരിയിൽ എന്താണ്, ഫൈറ്റിക് ആസിഡ് ആണ്. ആപ്പിളിന്റെ ഒരു മാല ആലോചിച്ച് നോക്കണേ. ആപ്പിൾ ഇങ്ങനെ കോർത്ത് നമ്മൾ മുത്തുകൾ കോർത്തിട്ടാണ് മാല ഉണ്ടാക്കാറുള്ളത്. അപ്പൊ വലിയ മുത്താണ് ആപ്പിള്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക. ആപ്പിളുകൾ കോർത്ത് എന്തുണ്ടാക്കുകയാണ്, ഒരു മാല ഉണ്ടാക്കുകയാണ്. അപ്പൊ ആപ്പിള് മാലിക് ആസിഡ്. പിന്നെ എന്താണ്, വാളൻപുളി മുന്തിരി അല്ലേ. എന്തുകൊണ്ട് പല്ല് തേച്ച പോലെ ഉണ്ടാവും, ഇത് വയലായി കഴിഞ്ഞാൽ എന്താണ്, ടാർ കൊണ്ട് പല്ല് തേച്ച പോലെ ഉണ്ടാവും. അപ്പൊ എന്താണ്, ടാർട്ടാറിക് ആസിഡ് ആണെന്നും കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, കിട്ടിയല്ലോ. ഒരു വട്ടം കൂടെ നോക്കാം. അരി എന്തിനു വേണ്ടിയാ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഈ അരിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഫൈറ്റ് ചെയ്യാണ്, പൊരുതുകയാണ്. അപ്പൊ ഫൈറ്റിക് ആസിഡ്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു, ആപ്പിളിന്റെ എന്താ ആലോചിക്കാൻ പറഞ്ഞു, ഒരു മാല ആലോചിക്കാൻ പറഞ്ഞു. അപ്പൊ മാലിക് ആസിഡ്. പിന്നെ വാളൻപുളി മുന്തിരി എന്താണ്, ടാർട്ടാറിക് ആസിഡ്. 3 എണ്ണം കിട്ടിയല്ലോ. ഇനി അടുത്തത് നെല്ലിക്ക എന്താണ്, അസ്കോർബിക് ആസിഡ് ആണ് നെല്ലിക്ക. എന്റെ വിറ്റാമിൻസിന്റെ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അത് കണക്ട് ആയിട്ടുണ്ടാവും. കാരണം വിറ്റാമിൻസിൽ നമ്മൾ പറയുന്നുണ്ട് ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെയാണ് എന്ത് ലഭിക്കുന്നത്, വിറ്റാമിൻ സി ലഭിക്കുന്നത്. ഈ വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് അല്ലേ. വിറ്റാമിൻ സി നോക്ക്, വിറ്റാമിൻ സി ഞാൻ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്, നല്ലൊന്ന് കണക്ട് ചെയ്ത് വെച്ചോ. ഈ സി കണ്ടോ, സി എന്താണ്, കാന്തം പോലെ. കാന്തം എന്ത് ചെയ്യും, ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, വലിച്ചെടുക്കും. അതിനെ അബ്സോർബിനെ വെച്ചിട്ട് അസ്കോർബിനെ കണക്ട് ചെയ്യുക. ഈ വിറ്റാമിൻ സി ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ നെല്ലിക്കയിലുള്ള ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അസ്കോർബിക് ആസിഡ് ആണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോഡാ ജലം ഏതാണ്, കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡ് ആണ് സോഡാ ജലത്തിലുള്ളത്. തക്കാളി, നേന്ത്രപ്പഴം ഇവിടെ എന്താണ്, ഓക്സാലിക് ആസിഡ്. ഓക്കെ, ഓക്സാലിക് ആസിഡ് ആണ്. പിന്നെ മരച്ചീനയാണെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. ഓക്കെ, ഈ 4 എണ്ണം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. 4 എണ്ണം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തന്നെ ഇവിടുന്ന് പഠിച്ചിട്ട് പോവാം. നോക്കാം. നെല്ലിക്കയിൽ എന്താണ്, അസ്കോർബിക് ആസിഡ് ആണ്. അത് എന്തിന്റെ രാസനാമമാണ്, വിറ്റാമിൻ സിയുടെ രാസനാമമാണ്. ഇതിൽ നിന്നും വിറ്റാമിൻ സി ലഭിക്കുന്നുണ്ട് അല്ലെ. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെ എന്ത് ലഭിക്കുന്നുണ്ട്, വിറ്റാമിൻ സി ലഭിക്കുന്നുണ്ട്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി അല്ലെ. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. അപ്പൊ ഏതാണ്, നീലമരണം അല്ലെങ്കിൽ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന ഏതാണ്, കോളറയാണ്. അതൊക്കെ നമുക്ക് അറിയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാം. അപ്പൊ എന്താണ്, നെല്ലിക്ക, അസ്കോർബിക് ആസിഡ്, പിന്നെ സോഡാ ജലം, കാർബോണിക് ആസിഡ്, പിന്നെ തക്കാളി, നേന്ത്രപ്പഴം എന്താണ്, ഓക്സാലിക് ആസിഡ് ആണ്. തക്കാളി, നേന്ത്രപ്പഴം, ഓക്സാലിക് ആസിഡ്. പിന്നെ ഏതാണ്, മരച്ചീനിയിലാണെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. ഒരു വട്ടം കൂടെ നോക്കാം. നെല്ലിക്ക, അസ്കോർബിക് ആസിഡ്, സോഡാ ജലം, കാർബോണിക് ആസിഡ്, തക്കാളി, നേന്ത്രപ്പഴം, ഓക്സാലിക് ആസിഡ്. പിന്നെ മരച്ചീനിലാണെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. ഒരു വട്ടം കൂടെ. നെല്ലിക്കയിൽ എന്താണ്, അസ്കോർബിക് ആസിഡ് ആണ് അല്ലെ. നെല്ലിക്കയിൽ എന്താണ്, അസ്കോർബിക് ആസിഡ് ആണ്. സോഡാ ജലം കാർബോണിക് ആസിഡ് ആണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു, നെല്ലിക്കയിൽ എന്താണ്, അസ്കോർബിക് ആസിഡ് ആണ്. സോഡാ ജലം കാർബോണിക് ആസിഡ് ആണ്. നെല്ലിക്കയിൽ എന്താണ്, അസ്കോർബിക് ആസിഡ് ആണ്. സോഡാ ജലം കാർബോണിക് ആസിഡ്. നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡ്, സോഡാ ജലം, കാർബോണിക് ആസിഡ്. നാരങ്ങയിൽ എന്താണ്, സിട്രിക് ആസിഡ്. എന്താണ് നമ്മൾ മാല ആലോചിച്ചത്, ആപ്പിളിൽ എന്താണ്, മാലിക് ആസിഡ്. എന്തുകൊണ്ട് പല്ല് തേച്ചാലാണ്, ടാറ് കൊണ്ട് പല്ല് തേച്ചാലും ഉണ്ടാവുക, പുളി. അതുപോലെ തന്നെ മുന്തിരി, ഇതിലെന്താണ്, ടാർട്ടാറിക് ആസിഡ്. ഓർത്തു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, അരി അല്ലെ, അരി, ഫൈറ്റിക് ആസിഡ് അതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നെല്ലിക്കയിൽ എന്താണ്, അസ്കോർബിക് ആസിഡ്. സോഡാ ജലത്തിൽ എന്താണ്, കാർബോണിക് ആസിഡ്. തക്കാളി, നേന്ത്രപ്പഴം, ഓക്സാലിക് ആസിഡ്. പിന്നെ മരച്ചീനയിലാണെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. ഏതിലാണ്, മരച്ചീനിയിലാണ് ഹൈഡ്രോസയാനിക് ആസിഡ്. മരച്ചീനിയിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. ഒരു വട്ടം കൂടെ. മരച്ചീനിയിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. തക്കാളി, നേന്ത്രപ്പഴം, ഓക്സാലിക് ആസിഡ്. നേന്ത്രപ്പഴം, ഓക്സാലിക് ആസിഡ്. ഓക്കെ, ക്ലിയർ അല്ലേ, പെർഫെക്റ്റ് അല്ലേ. ഒരു വട്ടം കൂടെ ഞാൻ ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരട്ടെ.
സ്പീഡാക്കാം കേട്ടോ. മോര് തൈര് പാല്, അതിലെന്താണ് മോര് തൈര് പാല്, നിങ്ങൾക്കറിയാം മോര് തൈര് പാല്, ഇതിൽ എന്താണ് ലാക്റ്റിക് ആസിഡ് ആണ്. പിന്നെ വിനാഗിരിയിൽ എന്താണ്, വിനാഗിരി അസറ്റിക് ആസിഡ് ആണ്, നിങ്ങൾക്കറിയാം വിനാഗിരിയിൽ എന്താണ് അസറ്റിക് ആസിഡ് ആണ്. നാരങ്ങയിലാണ് എന്ത് സിട്രിക് ആസിഡ്. അപ്പൊ സ്റ്റിയറിക് ആസിഡ് എവിടെയാണ്, സ്റ്റിയറിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ് ഏതിലാണ് ഞാൻ പിടിച്ചു, എന്ത് കയ്യിലായിട്ട് പിന്നെ സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോഴാണ് വഴുക്കുക, എണ്ണ കൊഴുപ്പ്, കണക്ട് ചെയ്യുക എണ്ണ കൊഴുപ്പ്. പിന്നെ ഏതാണ് തേയിലയിൽ ടാനിക് ആസിഡ് ആണ്, തേയില ടാനിക് ആസിഡ്. തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ അത് കൊപ്രയാവും, അപ്പൊ കാപ്രിക് അതിനെ വെച്ച് കണക്ട് ചെയ്യുക, കാപ്രിക് ആസിഡ്. കിട്ടിയല്ലോ, പെർഫെക്റ്റ് അല്ലേ. അടുത്തത് നോക്കാം, അരി. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ എന്തിനാണ്, നമ്മുടെ അന്നത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. അപ്പൊ അരിക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യാന്ന് ആലോചിച്ചാൽ എന്താണ് ഫൈറ്റിക് ആസിഡ്. ഓക്കെ, ഫൈറ്റിക് ആസിഡ്. ആപ്പിളിന്റെ മാല ആലോചിച്ചാൽ മാലിക് ആസിഡ് കിട്ടും. പിന്നെ വാളൻപുളി, മുന്തിരി, അതുകൊണ്ട് എന്താണ് അത് എടുത്ത് തിന്നു കഴിഞ്ഞാൽ അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ എന്താ, നീ എന്താ ടാറ് കൊണ്ടാണോ പല്ല് വെക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, ആ ചിരി ആലോചിക്കുക. ഏതാ സിനിമ, മറ്റേ ആ ബസ്സിന്റെ ഒരു സിനിമ അല്ലേ ഈ പറക്കും തളിക, അതിൽ മറ്റേ ചിരിക്കണില്ലേ, വാസന്തി ചിരിക്കണില്ലേ, അത് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. വാസന്തിയുടെ ചിരി പറ്റുകയാണെങ്കിൽ ഞാൻ അതിൽ ഫോട്ടോ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ നെല്ലിക്ക ഏതാണ്, അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. ഈ വാസന്തിയുടെ ചിരി എന്താണ്, ഇങ്ങനെ ടാറ് കൊണ്ട് പല്ലിയാച്ച പോലെ ഉണ്ടാവില്ലേ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ, കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ടാർട്ടാറിക് ആസിഡ്, നെല്ലിക്ക, അസ്കോർബിക് ആസിഡ്, സോഡാജലം, കാർബോണിക് ആസിഡ്, തക്കാളി നേന്ത്രപ്പഴം, ഓക്സാലിക് ആസിഡ് അല്ലെ, ഓക്സാലിക് ആസിഡ്. പിന്നെ ലാസ്റ്റ് മരച്ചീനി ഏതാണ്, ഹൈഡ്രോസയാനിക് ആസിഡ്. ഇത്രയും ആസിഡുകൾ സെറ്റ് അല്ലേ, പെർഫെക്റ്റ് ആയല്ലോ. അടുത്ത് നോക്കാം. ഇനി ഓരോ ആസിഡുകളും അതിന്റെ ഉപയോഗം നോക്കാം കേട്ടോ, ഇവിടെ തന്നെ പഠിച്ചു പോവാം. അസറ്റിക് ആസിഡ് എന്താ, അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും. നമുക്കറിയാം അച്ചാർ ഇടുമ്പോഴൊക്കെ നമ്മൾ വിനാഗിരി യൂസ് ചെയ്യാറുണ്ട്. ഈ വിനാഗിരിയിലുള്ളതാണ് അസറ്റിക് ആസിഡ് അല്ലെ. അപ്പൊ അസറ്റിക് ആസിഡ് എന്തിലാണ്, അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉള്ളതാണ് ഏത്, അസറ്റിക് ആസിഡ്. ഇനി സിട്രിക് ആസിഡ്, പാനീയങ്ങൾ ഉണ്ടാക്കാൻ. സിമ്പിൾ ആണ്, ഇതൊക്കെ വായിച്ചാൽ തന്നെ കണക്ട് ചെയ്യുക. സിട്രിക് ആസിഡ് ഏതിലാണുള്ളത് നമ്മൾ പറഞ്ഞു, നാരങ്ങയിലാണ്. നാരങ്ങ വെള്ളം ആലോചിച്ചാൽ പോരെ. ഓക്കെ, അപ്പൊ നാരങ്ങ വെള്ളം പാനീയങ്ങൾ ഉണ്ടാക്കാൻ. ഓക്കെ, പാനീയങ്ങൾ ഉണ്ടാക്കാൻ. പിന്നെ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഈ സാധനം. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിലും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഏതാണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ സൾഫ്യൂരിക്, ഈ മൂന്നെണ്ണം കിട്ടിയല്ലോ. അസറ്റിക് ആസിഡ് എന്താണ്, അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലുമാണ് അസറ്റിക് ആസിഡ്. ഓക്കെ, അസറ്റിക് ആസിഡ് അതായത് വിനാഗിരി കണക്ട് ചെയ്യുക. പിന്നെ സിട്രിക് ആസിഡിന് എന്തുമായിട്ട് കണക്ട് ചെയ്താൽ കിട്ടും, നാരങ്ങയിലാണ് സിട്രിക് ആസിഡ് ഉണ്ടാവുക. അപ്പൊ എന്താണ്, പാനീയങ്ങൾ ഉണ്ടാക്കാൻ, നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുക. സൾഫ്യൂരിക് ആസിഡ് ഏതിലാണ്, മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് നൈട്രിക് ആസിഡ് എന്താണ്, രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് നൈട്രിക് ആസിഡ്. എന്തിനാണ് നൈട്രിക് ആസിഡ്, രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ ടാനിക് ആസിഡ്, തുകൽ, മഷി എന്നിവ നിർമ്മിക്കാനാണ് ടാനിക് ആസിഡ്. ഓക്കെ, ടാനിക് ആസിഡ്. ഓക്കെ, ടാൻ, പേന വെച്ചിട്ട് കണക്ട് ചെയ്യുക. പേന ടാന. ഓക്കെ, പേന ടാന വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, തുകൽ, മഷി. ഓക്കെ, ടാനിക് ആസിഡ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം തൽക്കാലം. കാർബോണിക് ആസിഡ്, ശീതള പാനീയങ്ങളിൽ എന്താണ്, കാർബോണിക് ആസിഡ് ആണ്. ശീതള പാനീയങ്ങളിൽ കാർബോണിക് ആസിഡ് ആണ്. പിന്നെ ഫോമിക് ആസിഡ്, റബ്ബർ പാല് കട്ടിയാക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നത്, ഫോമിക് ആസിഡ് ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഏതാണ് ഫോർമിക് ആസിഡ്, എന്താണ് ഫോർമിക് ആസിഡ്, റബ്ബർ പാല് കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്, ഫോർമിക് ആസിഡ്. റബ്ബർ പാല് കട്ടിയാക്കാൻ ഫോർമിക് ആസിഡ്. ഒന്നുകൂടെ നോക്കാം. നൈട്രിക് ആസിഡ് എന്തിനൊക്കെയാണ്, രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ്. പിന്നെ ടാനിക് ആസിഡ്, ടാനി പേന അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, തുകൽ, മഷി എന്നിവ നിർമ്മിക്കാനാണ് ടാനിക് ആസിഡ്. പിന്നെ കാർബോണിക് ആസിഡ് ആണെങ്കിൽ ശീതള പാനീയങ്ങളിൽ ഉപയോഗിക്കാനാണ്. പിന്നെ ഫോർമിക് ആസിഡ് റബ്ബർ പാല് കട്ടിയാക്കാൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റബ്ബർ പാല് കട്ടിയാക്കാൻ ഏതാണ്, ഫോർമിക് ആസിഡ് ആണ്. ഓക്കെ, ഒന്നും കൂടെ അതൊന്ന് വായിച്ചു നോക്കാം. അസറ്റിക് ആസിഡ് അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് ആണെങ്കിൽ പാനീയങ്ങൾ ഉണ്ടാക്കാൻ. സിട്രിക് ആസിഡ് നാരങ്ങ, കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു, നാരങ്ങ വെള്ളം. സൾഫ്യൂരിക് ആസിഡ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോയിക്കോ. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഏതാണ്, സൾഫ്യൂരിക് ആസിഡ്. രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ഏതാണ്, സൾഫ്യൂരിക് ആസിഡ്. പിന്നെ നൈട്രിക് ആസിഡ് രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്, നൈട്രിക് ആസിഡ്. ടാനിക് ആസിഡ് ആണെങ്കിൽ തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കാർബോണിക് ആസിഡ് ശീതള പാനീയങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഫോർമിക് ആസിഡ് റബ്ബർ പാല് കട്ടിയാക്കാൻ ഏതാണ്, ഫോർമിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി ബേസുകളും ഉപയോഗങ്ങളും നോക്കാം.
കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ്? ഗ്ലാസ് നിർമ്മാണം, മണ്ണിന്റെ അസിഡിറ്റി കുറക്കൽ, ഇതിനൊക്കെ ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? ഗ്ലാസ് നിർമ്മാണം, പിന്നെ ഏതാണ്? മണ്ണിന്റെ അസിഡിറ്റി കുറക്കൽ. ഇതിന് രണ്ടിനും ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ, ഏതാണ്? അതിന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് കണക്ട് ചെയ്യുക. ഓക്കെ. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? സോഫ്റ്റ് പേപ്പർ ഉണ്ടാക്കാനാണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് സോഫ്റ്റ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അതുപോലെ തന്നെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെയാണ് മരുന്നുകളിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമാണ് മരുന്നുകളിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? നോക്കാം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? സോഫ്റ്റ് പേപ്പർ ഉണ്ടാക്കാനാണ്. പിന്നെ അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. സോഡിയം ഹൈഡ്രോക്സൈഡ്, സോപ്പ്, പേപ്പർ അല്ലെ? സോഫ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഏത് വരിക? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വരിക. ഇനി പേപ്പർ എന്ന് മാത്രമാണെങ്കിൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണം, അതുപോലെ തന്നെ മണ്ണിന്റെ അസിഡിറ്റി കുറക്കൽ, ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഏകദേശം ക്ലിയർ അല്ലേ? ഓക്കെ, അത്രയും ലാസ്റ്റ് പറഞ്ഞതുവരെ ഏകദേശം ക്ലിയർ ആയി അല്ലേ? പെർഫെക്റ്റ് ആണല്ലോ. ഇന്നത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയല്ലോ. ഓരോ ആസിഡുകളും ഏതിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പഠിച്ചു. എത്രയിൽ താഴെയുള്ളതാണ് ആസിഡ് എന്ന് ഞാൻ പറഞ്ഞു തന്നു. അത് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടതാണ്. 7ൽ താഴെ pH വാല്യൂ 7ൽ താഴെ ആസിഡ് ആണ്, 7ന് മുകളിലാണെങ്കിൽ ബേസ് ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണ്? സോറൻസൺ ആണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഏകദേശം ഇവിടെ നിന്ന് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. നന്നായി തന്നെ പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴും ഇപ്പൊ തന്നെ അല്ലെങ്കിലും പിന്നെ ആണെങ്കിലും ഒന്ന് റിവിഷൻ ചെയ്തെടുക്കുക. അതായത് എക്സാമിന് മുമ്പ് നല്ലൊരു ഓർമ്മ കിട്ടണമെങ്കിൽ നന്നായി ഒന്ന് റിവിഷൻ ചെയ്താൽ നിങ്ങളുടെ കോൺഫിഡൻസും അതിനനുസരിച്ച് വർദ്ധിക്കും. അപ്പൊ നന്നായിട്ട് തന്നെ റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്ത് എപ്പോഴും പെർഫെക്റ്റ് ആക്കി വെക്കുക. ജസ്റ്റ് ഞാനത് എപ്പോഴോ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മയിൽ മാത്രമല്ല, എപ്പോഴും ഒന്ന് റിവിഷൻ ചെയ്താൽ അത് പെർഫെക്റ്റ് ആണ്, എനിക്കത് പെർഫെക്റ്റ് ആണ് എന്ന് മൈൻഡിന് തന്നെ തോന്നിപ്പോകും. അപ്പൊ പെർഫെക്റ്റ് ആക്കി വെക്കുക. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.